أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കളെ, വളരെ പ്രിയപ്പെട്ട സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ നടക്കുന്ന തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസിൻ്റെ രണ്ടാമത്തെ ബാച്ചിലാണ് നമ്മൾ. 38ാമത്തെ ക്ലാസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ ശഫാഅത്ത് ചെയ്ത് സ്വർഗത്തിലെത്താൻ ഈ തദ്രീബ് എന്ന മഹത്തായ സംരംഭം നമ്മിൽ നിന്ന് ഒരു നിമിത്തമായി, സബബായി അള്ളാഹു കബൂലാക്കട്ടെ. പരിശുദ്ധ ഖുർആനിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ. എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു ജല്ല ജലാലുഹു നമുക്കെല്ലാവർക്കും മാറ്റി റാഹത്തും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഒരുപാട് ആളുകൾ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈർ നൽകട്ടെ, ബറക്കത്ത് നൽകട്ടെ, എല്ലാ ഷർറുകളിൽ നിന്നും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ തദ്രീബ് കുടുംബത്തിൽ തന്നെയുള്ള ഒരുപാട് സഹോദരങ്ങൾ, അതുപോലെ നമ്മളൊക്കെ ദുആ കൊണ്ട് കടപ്പെട്ട നിരവധി ആളുകൾ, അതുപോലെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഒരുപാട് വിശ്വാസി ലക്ഷങ്ങൾ ഹജ്ജിനു വേണ്ടി മക്കയിലെത്തുന്ന സമയമാണ്. തദ്രീബ് കുടുംബത്തിലെ ധാരാളം ആളുകൾ ഈ വർഷം ഹജ്ജ് ഉദ്ദേശിച്ച് പോവാനിരിക്കുന്നവരുണ്ട്. അതുപോലെ നമുക്കൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ, അവരൊക്കെ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും, പ്രത്യേകിച്ച് തദ്രീബ് കുടുംബത്തിലെ മുഴുവൻ ആളുകൾക്കും, അവരെ ബന്ധപ്പെട്ടവർക്കും, നമ്മുടെയൊക്കെ വേണ്ടപ്പെട്ട ആളുകൾക്കും മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും അതുപോലെ മർദിയായ സിയാറത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകട്ടെ. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വിളി കേട്ട് മക്കത്തെത്തുന്നവരിൽ ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ധാരാളം സലാമുകൾ നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. 5 വഖത്ത് നിസ്കാരത്തിലും പ്രത്യേകിച്ചും. അങ്ങനെയുള്ള ആളുകൾ നേരിട്ട് ചെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ട് സലാം പറയുക, ആ നബി തങ്ങളത് കേട്ട് അവർക്ക് ഇജാബത്ത് കൊടുക്കുക, അവർക്ക് സലാം മടക്കുക, അങ്ങനെയൊക്കെയുള്ള ഭാഗ്യവാന്മാരിൽ അല്ലാഹു ജല്ല ജലാലുഹു അവരെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. സാധുക്കളായ നമുക്കെല്ലാവർക്കും വിദൂരമല്ലാത്ത ഭാവിയിൽ തന്നെ മക്കയിലും മദീനയിലും എത്താൻ അല്ലാഹു ജല്ല ജലാലുഹു തൗഫീഖ്, മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ദുആ ചെയ്യണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രധാനപ്പെട്ടൊരു കാര്യം, ധാരാളം ആളുകൾ തദ്രീബ് ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ശ്രദ്ധിക്കണേ. പക്ഷേ കുറേ പേര് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അവരെ ആശങ്കപ്പെടേണ്ട. രജിസ്റ്റർ ചെയ്യാനുള്ള സമയം ഇനിയും തരും. ഇൻഷാ അല്ലാഹ് ഒരു 2 മാസമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ ടെസ്റ്റ് വരും.
ആ സമയത്ത് ക്ലാസ്സുകളിലൂടെ നിങ്ങളെ അറിയിക്കും. അപ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കുകൾ എല്ലാവർക്കും അയച്ചു തരും. ക്ലാസ്സുകളിലൂടെ അത് നൽകും. അപ്പോൾ രജിസ്റ്റർ ചെയ്താൽ മതി. ഇപ്പോൾ ക്ലാസ്സുകൾ ശ്രദ്ധിച്ച് കേൾക്കുക എന്നതാണ് വിഷയം. ക്ലാസ് കേൾക്കുകയും ഇൻഷാ അല്ലാഹ് ആ സമയത്ത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്താൽ എക്സാമിൽ നമുക്ക് പങ്കെടുക്കാം. അതോടൊപ്പം നമുക്ക് 4 സെമസ്റ്ററും എഴുതി കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ വളരെ ഭംഗിയായി മനോഹരമായി ഇങ്ങനെ തദ്രീബിലൂടെ ഓതി കേട്ടു പഠിച്ച് ഖുർആൻ നന്നായി പാരായണം ചെയ്യുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് ഇന്ന് ഖിറാഅത്തിലേക്ക് വരാം. പരിശുദ്ധ ഖുർആൻ സ്രഷ്ടാവായ അള്ളാഹുവിൻ്റെ കലാം. അത് സാധാരണ അറബി വായിക്കും പോലെ വായിക്കാൻ പാടില്ല എന്നും തജ്വീദ് എന്ന പ്രത്യേക നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ പാരായണം ചെയ്യാവൂ എന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. 1-2 ക്ലാസ്സുകളിൽ അത് ശരിക്കും പ്രാക്ടീസ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കി. ഇൽഹാർ, കറക്റ്റ്, ഇൽഹാർ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് അല്പം ഓതാം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമം നമുക്ക് പഠിക്കാം. നമുക്ക് ആദ്യം കുറച്ച് ഓതാം. സൂറത്തുൻ നിസാ 64-ാമത്തെ ആയത്ത് മുതലാണ് ഇന്ന് ഓതുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وما أرسلنا من رسول إلا ليطاع بإذن الله ولو أنهم إذ ظلموا أنفسهم جاءوك فاستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. 2 ആയത്തുകൾ ഓതി നോക്കിയേ. وما أرسلنا من رسول إلا ليطاع بإذن الله. കണ്ടില്ലേ? وما أرسلنا. ഇനി നോക്കി. ഉള്ളത് എത്ര അക്ഷരങ്ങളുണ്ട് നോക്കി. ഫസ്റ്റ് മീം, രണ്ടാമത്തേത് നൂൻ, പിന്നെ റോ, പിന്നെ സീൻ, പിന്നെ വാവ്, പിന്നെ ലാം. അല്ലേ? എഴുതിയത് അങ്ങനെ വായിക്കുമ്പോൾ മിൻ റസൂലിൻ എന്ന് വായിക്കണം. എഴുതിയത് അങ്ങനെ തന്നെ വായിക്കുമ്പോൾ ശരിക്കും നോക്കണേ, മിൻ റസൂലിൻ എന്നാണ് എഴുതിയിട്ടുള്ളത്. മിൻ റസൂലിൻ. നൂനിന് സുക്കൂനില്ലാന്ന് ആരോ പറയണേ, നൂനിന് സുക്കൂനില്ലാന്ന്. ശരിയാണ്, വിശദീകരിക്കാം. കാണുന്നില്ലേ? മിൻ റസൂലിൻ. ഇവിടെ സുക്കൂനുള്ള നൂൻ, അതായത് ഫത്ഹും കസ്റും ദമ്മും ഇല്ലാത്ത നൂൻ, അതിനാണ് ശരിക്ക് സുക്കൂനുള്ള നൂൻ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ ഇൽഹാർ പഠിച്ചിട്ടുണ്ട്. ഇൽഹാർ വന്ന ഉദാഹരണങ്ങൾ ധാരാളം നമ്മൾ കണ്ടു. ആ ഉദാഹരണങ്ങളിലൊക്കെ നൂനിന് മേലെ സുക്കൂൻ ശരിക്ക് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ സുക്കൂൻ എഴുതിയിട്ടില്ല, സാധാരണ എഴുതാറില്ല. ബാക്കിയുള്ള നൂനുകളൊക്കെ നോക്കിയേ. ഫത്ഹ് കാണുന്ന നൂനുണ്ട്, കസ്റുള്ള നൂനുണ്ട്, ദമ്മുള്ള നൂനുണ്ട്. ഇൽഹാർ വന്നിടത്ത്
സുക്കൂൻ എഴുതിയ നൂനുണ്ട്. ഇപ്പോൾ ഇവിടെ നൂനിന് ഹർക്കത്തൊന്നും എഴുതൂല. അപ്പോൾ മനസ്സിലാക്കണം ഇവിടെ സുക്കൂനുള്ള നൂനാണ് എന്ന്. ശ്രദ്ധിക്കണേ, ഒരു ഹർക്കത്തും എഴുതാതിരിക്കുമ്പോൾ മനസ്സിലാക്കണം സുക്കൂനുള്ള നൂൻ ആണ് ഇത് എന്ന്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇനി നോക്കിയേ, മിൻ റസൂലിൻ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇത് വായിക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ? അറിയോ? ഇതാ ഇങ്ങനെയാണ് വായിക്കേണ്ടത്. നോക്കിയാൽ അതിൻ്റെ നേരെ ഇങ്ങനെ മിർ റസൂലിൻ, മിർ റസൂലിൻ, മിർ റസൂലിൻ. വായിച്ചോക്കി, സുക്കൂനുള്ള നൂനിന് ശേഷം റാ വന്നാൽ വായിക്കേണ്ടത് ഇങ്ങനെയാണ്, മിർ റസൂലിൻ. ആ നൂനിൻ്റെ ശബ്ദമോ ഉന്നത്തോ, അതായത് നൂനിന് മണിക്കൽ ഉന്നത്ത് എന്നൊരു സ്വഭാവം ഉണ്ടല്ലോ, അതൊന്നും ഇവിടെ ഉണ്ടാവില്ല. ആ നൂൻ തീരെ ഉച്ചാരണത്തിൽ വരികയേ ഇല്ല. മിർ റസൂലിൻ, മിറ മിറ ഇങ്ങനെയാണ് വായിക്കേണ്ടത്. ചില ആളുകൾ ഇവിടെ തെറ്റായി, അറിയാത്ത ആളുകളാണ്, മിർ റസൂലിൻ എന്ന് മിറ മിറ പറയും. മിറ മിറ പറ്റൂല. മിർ റസൂലി, മിറ 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 അല്ല, മിറ മിർ റസൂലിൻ. ഓക്കെ, സുക്കൂനുള്ള നൂനിന് ശേഷം റോ വന്നതാണ് കാരണം. ഇങ്ങനെ വായിക്കുന്നതാണ് ഇദ്ഗാമും ബിലാ ഗുന്നഹ് എന്ന് പറയുന്നത്. അതായത് നൂനിനെ പൂർണ്ണമായും റായിലേക്ക് ചേർത്ത് ശദ്ദ് ചെയ്ത് നൂനിൻ്റെ ഉന്നത്ത് ഒഴിവാക്കി വായിക്കുക, മിർ റസൂലിൻ. ഇനി വേറെ ഉദാഹരണം നോക്കിയാൽ നിങ്ങൾ, മിൻ ലീനത്തിൻ കാണുന്നില്ലേ? മിൻ ലീനത്തിൻ. ഇവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം ലാമാണ് വന്നിട്ടുള്ളത്, ലാം. അപ്പം അത് വായിക്കേണ്ടത് എങ്ങനെ നോക്കിയേ? ഇങ്ങനെയാണ് വായിക്കേണ്ടത്, മില്ലീനത്തിൻ, മില്ലീനത്തിൻ. നമ്മൾ മില്ല് എന്നൊക്കെ പറയില്ലേ? മില്ലീനത്തിൻ. മില്ലിമീറ്റർ, മില്ലിമീറ്റർ എന്നതുപോലെ മില്ലിമീറ്റർ എന്ന് പറഞ്ഞതുപോലെ മില്ലീനത്ത് മനസ്സിലാകാനാണ് മില്ലിമീറ്റർ കൊണ്ടുവന്നത് കേട്ടോ. ആ നൂനിൻ്റെ ഒരു സ്മെല്ലുണ്ട് അവിടെ. മില്ലീനത്ത് ഇല്ല, ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ സുക്കൂനുള്ള, ശ്രദ്ധിക്കുക, സുക്കൂനുള്ള നൂനിനു ശേഷം റോ ഓ ലാമോ വന്നാൽ ആ നൂനിനെ റോയിലേക്ക് അല്ലെങ്കിൽ വന്ന ലാമിലേക്ക് ചേർത്ത് അതിൽ പൂർണ്ണമായും ഉൾപ്പെടുത്തി ശദ്ദ് ചെയ്ത് ഉന്നത്തില്ലാതെ ഉച്ചരിക്കണം. അപ്പോൾ ലാമിൻ ശദ്ദ് വരും, റാക്ക് ശദ്ദ് വരും. മിൻ റസൂലിൻ എന്നത് മിർ റസൂലാകും, മിൻ ലീനത്തിൻ എന്നത് മില്ലീനത്താവും. ഓക്കെ, തൻവീനിന് ശേഷം ലാമും റാവും വന്നാലും അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ വആയത്തുൻ ലഹും, വആയത്തുൻ ലഹും, തുൻ താക്ക് തൻവീൻ ശേഷം ലഹും, വആയത്തുൽ ലഹും, തുല്ല തുല്ല, വആയത്തുൽ ലഹും. ഓക്കെ, അങ്ങനെ വായിക്കാവൂ, വആയത്തുൽ ലഹും. ഇതൊക്കെ ലറഊഫുൻ റഹീം, ലറഊഫുൻ ഫാക്ക് തൻവീൻ ശേഷം റഹീം, ലറഊഫുർ റഹീം, ലറഊഫുർ റഹീം. ഇപ്പം എന്ത് മനസ്സിലായി? സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ലാം റാ എന്നീ രണ്ടക്ഷരങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് വന്നാൽ ഇദ്ഗാമും ബിലാ ഗുന്നഹ് ചെയ്യണം, ഗുന്നത്തില്ലാതെ ഇദ്ഗാം ചെയ്യണം. ആ നൂനിൻ്റെയും തൻവീനിൻ്റെയും ഒരു മണം പോലും ഉണ്ടാവാൻ പാടില്ല. മില്ലിമീറ്റർ എന്ന് പറഞ്ഞതുപോലെ
മില്ലീനത്ത് പറയണം. വൈലുൻ ലികുല്ലി, വൈലുല്ലി കുല്ലി പറയണം. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നോക്കിയ സ്ക്രീനിൽ. മിൻ ലദുൻ, മില്ലദുൻ, എന്ത് മില്ലദുൻ. നോക്കിയേ, നസ്സാഅതൻ ലിശ്ശവ, എങ്ങനെ ഓതണം? നസ്സാഅതൻ ലിശ്ശവ. ഓക്കെ, വേറെ നോക്കിയേ, മിൻ റൂഹിന, എങ്ങനെ വായിക്കണം? മിർ റൂഹിന. ഇത് നോക്കിയേ, ഈശത്തിൻ റാളിയ, ഈശത്തിർ റാളിയ. അപ്പോൾ ഇതിനാണ് ഇദ്ഗാമും ബിലാ ഗുന്നഹ എന്ന് പറയുക. ഇദ്ഗാമും ബിലാ ഗുന്നഹ, അതിനെക്കുറിച്ച് ഈ ഒരു 2 വരി പാട്ട് നിങ്ങൾ പാടി പഠിച്ചാൽ വളരെ നന്നാവും. ഓക്കെ, ഇദ്ഗാമുണ്ട് ബിലാ ഗുന്നഹ, ഇതിനായി 2 ഹുറൂഫെന്ന, നൂനും തൻവീനിൻ പിറകെ ലാം റാവന്നാലി വിധിയെന്ന. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വേണം? ഇദ്ഗാമും ബിലാ ഗുന്നഹ നോക്കിയിട്ടായിരിക്കണം ഇനി ഇന്നത്തെ ക്ലാസ്സിൽ ഓതാനുള്ളത്. ഇൽഹാർ ഏതായാലും നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇൽഹാർ നമ്മൾ ശ്രദ്ധിക്കും. ഓക്കെ, വമാ അർസൽനാ മിർ റസൂലിൻ, അവിടുന്ന് നമ്മൾ പോകുന്നത്. മിർ റസൂലിൻ അല്ലേ, റസൂലിൻ ഇല്ല. ഓക്കെ, ഇൽഹാറുണ്ട് ഇവിടെ. മിർ റസൂലിൻ ഇല്ല, കാരണം ലാമിന് തൻവീൻ കസ്ർ, ശേഷം ഹംസ. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കാതെ റസൂലിനില്ല എന്നാവരുത് കേട്ടോ. മിർ റസൂലിനില്ല, റസൂലിനില്ല, അങ്ങനെയല്ല, റസൂലിൻ ഇല്ല. ഇല്ലാ ലിയുതാഅ ബിഇذനില്ലാഹ്, വലൗ അന്നഹും ഇളലമൂ അൻഫുസഹും. അവിടെ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. ഇവിടെ നോക്കിയേ, വലൗ അന്നഹും, നോക്കിയേ, ഇദ് ലലമു എന്നാണ് ഉള്ളത്. ഇദ് ലലമു. നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞാൽ വേറെ ഒരു തരം ഇദ്ഗാം ഉണ്ട്. ഇപ്പം നമ്മൾ ഇദ്ഗാമും ബിലാ ഗുന്നഹ ആണ് നോക്കിയത്. ഇങ്ങനെയൊന്നും അല്ലാത്ത വേറെ കുറച്ച് ഇദ്ഗാമുകൾ കൂടെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് പഠിക്കും, ഉറപ്പായും പഠിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇപ്പം നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എങ്ങനെ ഓതണം എന്നാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇദ് ലലമു ആണ് ഉള്ളത്. ഇത് ഓതേണ്ടത് ഇങ്ങനെയാണ്. ഇല്ലലമു, ദാല് തീരെ ഉണ്ടാവില്ല. ഇങ്ങനെയാണ് ഇത് വായിക്കേണ്ടത്. ഇല്ലലമു, ദാല് കാണുന്നുണ്ട് അവിടെ, അങ്ങനെയാ ഓതേണ്ടത്. എന്നാലോ എഴുത്തിൽ ദാലുണ്ട്, അത് വേണം. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കൊടുത്തേ. ഇല്ലലമു, ഇങ്ങനെ വേറെ കുറേ സ്ഥലങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് വരുമ്പോൾ ഇൻഷാ അല്ലാഹ് പഠിക്കണം. ഇങ്ങനെ നോക്കി, ഖുർആനിലെ ഓരോ ആയത്തും ഓരോ പദവും ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ചും നമ്മൾ പറഞ്ഞ് കണ്ട് നോക്കി കേട്ട് പഠിച്ച് ആണ് ഈ ഖത്മ് തീർക്കുന്നത്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ആമീൻ. എല്ലാവരും ഒരു ഉഷാറിലൊന്ന് ആമീൻ പറയൂ. അല്ലാഹു തആല ഇത് സുന്ദരമായ ഖത്മ് തീർക്കാൻ തൗഫീഖ് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പം എങ്ങനെ വേണം? വലൗ അന്നഹും ഇളലമൂ അൻഫുസഹും, പിന്നെ ജാഊക, മദ്ദുണ്ട്. ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ. ഫസ്തഗ്ഫിറു, വസ്തഗ്ഫറ, ഇവിടെയൊക്കെ ഗൈൻ ശരിക്ക് ശ്രദ്ധിക്കണം. ഇപ്പോഴുണ്ട് അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുന്ന ആളുകൾ. അസ്തഗ്ഫിറു, അവിടെ ഐനില്ല, അവിടെ ഗൈൻ. അസ്തഗ്ഫിറു. ഓക്കെ, വസ്തഗ്ഫറ, പറഞ്ഞോക്കി, ആ ഗൈന വേണ്ടത് ട്ടാ. ലവജദുല്ലാഹ തവ്വാബർ റഹീമ, ലവജദുല്ലാഹ തവ്വാബർ റഹീമ. നോക്കി, തവ്വാബർ റഹീമ. അവിടുത്തെ നിയമം നോക്കി, ഇദ്ഗാമുൻ
ബിലാഗുന്ന. കാരണം തവ്വാബൻ തൻവീൻ ഫത്ഹ വന്നു, ശേഷം റാ വന്നു. തൻവീനിന് ശേഷം റാ വന്നാൽ തവ്വാബർ റഹീമ. فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم. okay? فلا وربك لا يؤمنون حتى يحكموك. حتى يحكموك حائقل كافقل فيما شجر بينهم ثم لا يجدوا في أنفسهم okay? حرجا مما قضيت ويسلموا تسليما. ولو أنا كتبنا عليهم أن اقتلوا أنفسكم أو اخرجوا من دياركم ما فعلوه إلا قليل منهم ولو أنهم فعلوا ما يوعظون به لكان خيرا لهم وأشد تثبيتا وإذا لآتيناهم من لدنا أجرا عظيما ولهديناهم صراطا مستقيما. okay? ولو أنا كتبنا عليهم ولو أنا كتبنا عليهم أن اقتلوا أنفسكم أو اخرجوا من دياركم. okay? أو اخرجوا من دياركم ما فعلوه إلا قليل منهم. ഒന്നുകൂടെ നോക്കണേ, കുറെ ശ്രദ്ധിക്കേണ്ട ഭാഗമുണ്ട്. ഓക്കെ. ولو أنا كتبنا عليهم أن اقتلوا أنفسكم أو اخرجوا من دياركم ما فعلوه إلا قليل منهم ولو أنهم فعلوا ما يوعظون به لكان خيرا لهم. لكان കഴിഞ്ഞു നോക്കി, ഇദ്ഗാമും ബിലാ ഗുന്ന. خيرا لهم തൻവീൻ ശേഷം ലാം. وأشد تثبيتا. അടുത്തത് എങ്ങനെയാ ഓതുക? ഞാനൊരു വട്ടം ഓതി തന്നിട്ടുണ്ട്, നിങ്ങളൊന്ന് ഓതിക്കേ. എങ്ങനെയാ? ശ്രദ്ധിക്കണം. ചില ആളുകൾ വഇദല്ല അതൈനാഹും എന്ന് ഓതിയിട്ടുണ്ട്. ഓതേണ്ടത് വഇദല്ല ആതൈനാഹും എന്നാണ്. വഇദല്ല ആതൈനാഹും എങ്ങനെയല്ല? വഇദല്ല അതൈനാഹും എന്നല്ല. എങ്ങനെ മനസ്സിലാക്കാം? ആർക്കറിയാ? ആരാ പറയാ? എന്തുകൊണ്ടാണ് അവിടെ ഇതല്ല ആറ്റൈനാഹും? ഞാൻ മുത്താലിമീങ്ങളോടല്ല ചോദിക്കുന്നത് കേട്ടാ. സാധാരണക്കാരായ അറബി ഗ്രാമർ നഹ്വ് സർഫൊന്നും കൂടുതലൊന്നും പഠിക്കാത്ത അല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകളോടാണ് ചോദിക്കുന്നത്. അവർക്ക് മനസ്സിലാകാൻ ഞാനൊരു ഒരു ഐഡിയ പറഞ്ഞു തരാം. നമ്മുടെ ഈ പ്രിൻ്റ് വെച്ചിട്ട്, ഈ പ്രിൻ്റിൽ നോക്കിയാൽ തെറ്റുകൂടാതെ ഓതാൻ പറ്റുന്ന ഒരു നല്ല വഴി ഇത് നോക്കിയേ. ഇതെന്താ വയ്യ? ല അംല അന്ന. എന്ത്? ല അംല അന്ന. സൂറത്തു സജ്ദയിലെ ഒരു ആയത്തിൻ്റെ ഭാഗമാണിത് അല്ലേ? ല അംല അന്ന. അവിടെ നിന്ന് ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയേ നിങ്ങളെ. ല അംല അന്ന എന്ന് എഴുതിയെടുത്ത് ആ റൗണ്ടിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും നോക്കിയേ. ഹംസ എവിടെ എഴുതിയിട്ടുള്ളത്? ഹംസ അല്ലേ? റസുലൈൻ ഹംസയുടെ ആ ചിഹ്നം ഹംസ എവിടെ എഴുതിയിട്ടുള്ളത്? അലിഫിന് നേരെ മേലെ കൊടുത്തിട്ടുള്ളത് അല്ലേ? ല അംല അന്ന. എന്നാൽ ഇപ്പം നമ്മൾ ഓതിയ
ഇതല്ല ആറ്റൈനാഹു നോക്കിയേ, ഇവിടെ നോക്കിയേ, ഹംസ എഴുതിയത് അലിഫിന് മുകളിലാണോ? അല്ല, പിന്നെയോ നടുവിലാണ്. അപ്പോൾ ല അംല അന്ന എന്ന് എഴുതിയെടുത്ത് ആ അലിഫിൻ്റെ മുകളിലാണ് ഹംസ എഴുതിയിട്ട്. ല ആറ്റൈനാഹും എന്നുള്ളിടത്ത് അലിഫിൻ്റെ മുകളിലല്ല, അതിന് നേരെ നടുവിലാണ്. കണ്ടോ? അങ്ങനെ നടുവിൽ ഹംസ എഴുതിയാൽ അത് നീട്ടേണ്ടതാണ്. ല ആറ്റൈനാഹും എന്നോതേണ്ടതാണ്. നടുവിൽ അല്ലെങ്കിലോ നീട്ടാൻ പാടില്ല. ല അംല അന്ന. ഓക്കെ, ഇത് മനസ്സിലാക്കി വെക്കാം. സൂറത്തുൽ വാഖിഅ അത് നോക്കിയേ, ല ആകിലൂന, ല ആകിലൂന. ഇവിടെ കണ്ടോ നമ്മൾ ഹംസ എഴുതിയത് നടുവിൽ. ല ആകിലൂന, ല അക്കിലൂനയാണോ? അല്ല, നടുവിൽ എഴുതിയതുണ്ട്. ഇങ്ങനെ ധാരാളം ഉണ്ട് ഖുർആനിൽ. ഇനി ഓരോ സ്ഥലം വരുമ്പോൾ നമുക്ക് കാണാം, പരിശോധിക്കാം കേട്ടോ. അപ്പോൾ വഇദല്ല ആതൈനാഹും മാത്രമല്ല, അവിടെ ഒരു ഇദ്ഗാമും ബിലാഗുന്നെ ഉണ്ട്. വഇദല്ല ആതൈനാഹും അല്ലേ? ഇദൻ ദാലിന് തൻവീൻ ഫത്ഹ, ശേഷം ലാം ഇദ്ഗാമും ബിലാഗുന്ന, മറന്നു പോരുത്. മില്ലദുന്ന ഉണ്ടോ? അവിടെയുണ്ട് ഇദ്ഗാമും ബിലാഗുന്ന. മില്ലദുന്ന, മിൻ ലദുന്ന. എങ്ങനെ വായിക്കണം? മില്ലദുന്ന, മില്ല മില്ലതുന്ന, തല്ലി പല്ലി കൊല്ലും എന്നൊക്കെ പറഞ്ഞില്ലേ, എന്നതുപോലെ നോക്കിയേ. ലാമിറ എന്നുള്ളതിൽ ഒന്നിങ്ങനെ വന്നാൽ വേണ്ടതാണ് ഉന്നത്തില്ലാതുള്ള ഇദ്ഗാം. ലാമിറ എന്നുള്ളതിൽ ഒന്നിങ്ങനെ വന്നാൽ, എങ്ങനെ വന്നാൽ? തൻവീനിൻ്റെയോ നൂനിൻ്റെയോ പിറകിൽ വന്നാൽ വേണ്ടതാണ് ഉന്നത്തില്ലാതുള്ള ഇദ്ഗാം. ഇല്ലം യകുല്ലഹു വഅർആഹു പറയാം, വൈലുല്ലി കുല്ലി തല്ലി പല്ലി എന്നു പറയാം. ഓക്കെ, അപ്പം അങ്ങനെ തന്നെ മില്ലദുന്ന ട്ടോ. അജ്റൻ അളീമ, അജ്റൻ അളീമ. തൻവീന് ശേഷം ഐൻ ഇൽഹാർ നമ്മൾ പഠിച്ചു. വലഹദൈനാഹും സിറാത്തൻ മുസ്തഖീമ. ഇനി ومن يطع الله والرسول فأولئك مع الذين أنعم الله، فأولئك مع الذين أنعم الله عليهم، مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا، ذلك الفضل من الله وكفى بالله عليما. ഓക്കേ, ومن يطع الله, ومن يطيع, ശരിക്കും നോക്കണം അവിടെ. നോക്കിയേ, ومن يطيع എന്ന തോന്റെ ഹർക്കത്ത് എന്താണ്? നോക്കിയേ, എല്ലാവരും ഒന്ന് പറയൂ. ومن يطيع എന്ന തോന്റെ ഹർക്കത്ത് എന്താണ്? തോ കസ്റാണ് അല്ലേ? കസ്റാണ്, എല്ലാവർക്കും കാണാൻ കസ്റാണ് എന്നുള്ളത്. പക്ഷെ എന്ത് ചെയ്യാൻ? എത്ര ആളുകളാണെന്നോ? ومن يطع الله യുതൂ, തോന് സുക്കൂനായിട്ട് പറയണേ. ഒരു കെസ്റൊക്കെ പോയിട്ട് സുക്കൂനാകുമ്പോഴേക്ക് ഇത്ര അത് വലുതാക്കേണ്ടതുണ്ടോയെന്ന്. നമ്മൾ വലുതാക്കേണ്ട, അല്ലെങ്കിൽ തന്നെ വലുതായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, കെസ്റും സുക്കൂനും ഫത്ഹും ലൊമ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലുണ്ടാകുന്ന അർത്ഥവ്യത്യാസം. സുബ്ഹാനല്ലാഹ്. ഇനി ഖുർആൻ അർത്ഥം മാറണമെന്നുണ്ടോ തെറ്റാവണമെങ്കിൽ? അതുകൊണ്ട് ഇങ്ങനെയുള്ള ആയത്തുകൾ ധാരാളമുണ്ട് ഖുർആനിൽ അല്ലേ? ومن يطع الله ورسوله, ومن يطع الله يطع സുക്കൂൻ പറ്റില്ല. ومن يطع الله يطيع. فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا.
അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. പഠിച്ചവനെ നീ അനുഗ്രഹം ചെയ്ത ആളുകൾ, നബിമാർ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സാലിഹീങ്ങൾ, സാധുക്കളായ ഞങ്ങളെ നീ അവരോടൊപ്പം ചേർക്കണേ അല്ലാഹ്. ദാലികൽ ഫദ്ലു മിനല്ലാഹ്. ഓക്കെ, വകഫാ ബില്ലാഹി അലീമാ. കുറച്ചുകൂടെ. يا أيها الذين آمنوا خذوا حذركم فانفروا ثبات أو انفروا جميعا وإن منكم لمن ليبطئن فإن أصابتكم مصيبة قال قد أنعم الله علي إذ لم أكن معهم شهيدا ولئن أصابكم فضل من الله ليقولن كأن لم تكن بينكم وبينه مودة يا ليتني كنت معهم فأفوز فوزا عظيما. Okay. يا أيها الذين آمنوا خذوا حذركم فانفروا ثبات أو انفروا جميعا وإن منكم لمن ليبطئن. ലമൻ സുക്കൂനുള്ള നൂൻ ശേഷം ലാം ഇദ്ഗാമുൻ ബിലാ ഗുന്നഹ്. ലമൻ ലയുബത്തിഅൻ ഫഇൻ അസാബത്കും ഇൽഹാർ ഉണ്ട് അവിടെ. ഫഇൻ അസാബത്കും മുസീബത്തുൻ ഖാല ഖദ് അൻഅമ അല്ലാഹു അലയ്യ ഇദ് ലം അകും മഅഹും ഷഹീദ. പിന്നെ വലഇൻ അസാബകും ഇൽഹാർ ഫദ്ലുൻ മിനല്ലാഹി ഇദ്ഗാമുൻ ബിഗുന്നഹ് ലയഖൂലന്ന കഅല്ലം നൂന് ശേഷം ലാം ഇദ്ഗാമുൻ ബിലാ ഗുന്നഹ് തകും ബൈനകും ഇഖ്ലാബ് വബൈനഹു മവദ്ദത്തുൻ യാ ലൈതനി ഇദ്ഗാമുൻ ബിഗുന്നഹ് കുൻതു ഇഖ്ഫാ മഅഹും ഫഅഫൂസ ഫൗസൻ അളീമാ. ഇൽഹാർ. ഈ ഒരു ചെറിയ ആയത്ത് കാഴ്ചക്ക് ചെറുതാണ്, പക്ഷേ സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും 5 നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന ആയത്താണിത്. നിങ്ങൾ നോക്കൂ, ഇല്ലേ? 5 നിയമങ്ങളുണ്ട്. ഫഅഫൂസ ഫൗസൻ അളീമാ. സദഖല്ലാഹുൽ അളീം. ഇന്ന് നമുക്ക് ഇത്ര മതി, ഓതിയാൽ മതി. കാരണം ഇദ്ഗാമുൻ ബിലാ ഗുന്നഹ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിയമം നമ്മൾ പഠിച്ചു. വളരെ ശ്രദ്ധിക്കേണ്ട നിയമമാണ്. പല ആളുകൾക്കും തെറ്റുവരുന്ന നിയമമാണ്. ഇനി നമ്മൾ സൂറത്തുൽ മുൽക്ക് ഓതുമ്പോൾ എത്ര ഇദ്ഗാമുൻ ബിലാ ഗുന്നഹ് അതിൽ വന്നിട്ടുണ്ടെന്ന് നോക്കണം. കുറേ ആളുകൾ കഴിഞ്ഞ തവണ സൂറത്ത് യാസീനിലുള്ള ഇൽഹാറൊക്കെ കണ്ടെത്തി. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും തരട്ടെ. അത് എണ്ണാനും കാണാനൊക്കെ വേണ്ടി ഉപയോഗിച്ച സമയമുണ്ടല്ലോ, എത്ര വിലപ്പെട്ടതാ, എത്ര പ്രധാനപ്പെട്ടതാ, റബ്ബിൽ നിന്ന് എത്ര പ്രതിഫലം ലഭിക്കുന്നതാ. ഖുർആനെക്കുറിച്ചുള്ള പഠനമല്ലേ. അതുപോലെ ഇദ്ഗാമുൻ ബിലാ ഗുന്നയും സൂറത്തുൽ മുൽക്കിലും സൂറത്ത് യാസീനിലും സ്ഥിരമായി നമ്മൾ ഓതുന്ന ആയത്തുൽ കുർസി അടക്കമുള്ള സൂറത്തുകളിലും ആയത്തുകളിലും ഒക്കെ നമ്മൾ നോക്കിയിട്ട് ഇദ്ഗാമുൻ ബിലാ ഗുന്നഹ് വരുന്ന സ്ഥലങ്ങളൊക്കെ ശ്രദ്ധിച്ചു വേണം ഇനി മുതൽ ഓതാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. ഖൈറും ബറക്കത്തും അല്ലാഹു ഏറ്റി തരട്ടെ. പരിശുദ്ധ ഖുർആൻ അതിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ച് ശ്രദ്ധിച്ച് നന്നായി ഓതാൻ അല്ലാഹു ജല്ല ജലാലുഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആനിൻ്റെ ഈ നല്ല ഖിദ്മയുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ദോഷങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരട്ടെ. നമുക്കും നമ്മുടെ രോഗികൾക്കും അല്ലാഹു പൂർണ്ണമായ ആജിലായ താമായ ശിഫ തരട്ടെ. എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരട്ടെ. എല്ലാവിധ ഷർറുകളിൽ നിന്നും
അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. സാഹിര്യങ്ങളെ സിഹർ, ആയിനീങ്ങളെ ഐന്, ഹാസിദീങ്ങളെ ഹസദ് തുടങ്ങിയ എല്ലാ പ്രശ്നക്കാരുടെ കുതന്ത്രക്കാരുടെ കുതന്ത്രങ്ങൾ, എല്ലാ ഷർറുകളിൽ നിന്നും അല്ലാഹു ജല്ല ജലാലുഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് പേരുണ്ട്. അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ. അവരെയും നമ്മയും അല്ലാഹു അവൻ്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിപ്പിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. തവസ്സൽനാ ബിബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. ഇലാഹി സല്ലിമിൽ ഉമ്മah മിനൽ ആഫാതി വന്നിഖ്മാ വമിൻ ഹമ്മിൻ വമിൻ ഗുമ്മാ ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക